പ്രിയരെ, അഗ്നിച്ചൂള 7 മടങ്ങായി വർദ്ധിപ്പിക്കുമ്പോഴും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞതായി ഒരു കാര്യം: ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുകയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇത്രമാത്രം വിശ്വാസത്തോടു കൂടിയ ആ വാക്കുകൾക്ക് മുൻപിൽ നമ്മുടെ കർത്താവിന് വരാതിരിക്കാൻ കഴിയുമോ? ശദ്രാക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും അവരുടെ കൈകാലുകൾ കെട്ടി അഗ്നിച്ചൂളയിലേക്ക് വലിച്ചെറിയുമ്പോൾ, പ്രിയരെ, ഇതാ നാലാമനായ ഒരുവൻ, ദൈവപുത്രന് സമനായി കർത്താവ് ഇറങ്ങി അവരുടെ പിറകിലായി നടന്നു വരികയാണ്. ഇതാണ് പ്രിയരെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുയരുമ്പോൾ നാം ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നാം ഒറ്റയ്ക്ക, നാം തനിച്ച, നമുക്കാരുമില്ല, നമുക്കെയും അനാഥരാണെന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ സ്നേഹം നമ്മോട് കൂടെ ഉണ്ടാവും, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാവും. പക്ഷേ നാം അത് അറിയാതെ പോകുന്നതാണ്. ഇന്നീ പ്രഭാതത്തിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോടുകൂടെ നാലാമനായി തീച്ചുളയിൽ നടക്കൊണ്ടവനായ കർത്താവ്, ഞങ്ങളുടെയും പ്രതികൂല അവസ്ഥയിൽ, പ്രതിസന്ധിയിൽ ഞങ്ങളോടുകൂടെ അപ്പൻ ഇറങ്ങി വരണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.